ഗായ്സ്, പഴം ഇതുപോലെ കറുത്ത് പഴുത്ത് കഴിഞ്ഞാൽ ആരും കളയണ്ട. നമുക്കൊരു അടിപൊളി പലഹാരം ഉണ്ടാക്കാം. നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് കായപ്പോളയാണ്. ഇതൊരു മലബാർ പലഹാരമാണ്. ഞാൻ നമ്മുടെ നാട്ടിലൊന്നും അധികം കണ്ടിട്ടില്ല. കൂടുതലും കണ്ടിരിക്കുന്ന കോഴിക്കോട്, മലപ്പുറം ഭാഗത്തൊക്കെ തന്നെയാണ്. പിന്നെ ബേസിക്കലി ഇതിന്റെ ടേസ്റ്റ് മധുരം ആയതുകൊണ്ട് തന്നെ കുട്ടികൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമായിരിക്കും. അപ്പൊ 4 മണി പലഹാരം പോലെ കുട്ടികൾക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കാനും പിന്നെ നമ്മളിതിൽ മുട്ട, പാല്, പഴമൊക്കെ ചേർക്കുന്നതുകൊണ്ട് തന്നെ അത്യാവശ്യം പ്രോട്ടീൻ റിച്ച് ഫുഡ് തന്നെ ആയിരിക്കും. ഇതിന്റെ റെസിപ്പീസ് ഒന്നും ഞാൻ പറയുന്നില്ല, നിങ്ങൾക്ക് സെർച്ച് ചെയ്താൽ യൂട്യൂബിൽ തന്നെ കാണാൻ പറ്റും. കാരണം ഇതിന്റെ ഓൺ പ്രിപ്പറേഷനോ എന്റെ കണ്ടുപിടുത്തമോ അല്ലാത്തതുകൊണ്ട് തന്നെ ഇതിന്റെ റെസിപ്പി ഒന്നും ഞാൻ പറയുന്നില്ല. പിന്നെ കുക്കിംഗ് പ്രൊസീജിയർ അതുപോലെ തന്നെ ഞാൻ വീഡിയോ കാണിക്കുന്നുണ്ട്. നമ്മളിവിടെ വാനില എസൻസ് ആണ് ഇതിന് യൂസ് ചെയ്തിരിക്കുന്നത്. യൂഷ്വലി ഏലക്കാപ്പൊടിയൊക്കെ ഇട്ട് ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണ്, ഏലക്കാപ്പൊടി ഇടണോ വാനില എസൻസ് ഇടണോ എന്നുള്ളത്. പിന്നെ വാനില എസൻസ് ഇടുമ്പോൾ കുറച്ചും കൂടെ സ്മെല്ല് കൂടുതലുണ്ട്. അതേസമയം ഏലക്കാപ്പൊടി ഇട്ടെന്ന് വിചാരിച്ച് ടേസ്റ്റിന് ഒരു കുറവില്ല കേട്ടോ ഗൈസ്. അപ്പൊ നിങ്ങൾക്ക് ഏത് വേണം എന്നുള്ളത് നിങ്ങളുടെ ഇഷ്ടമാണ്. ഏലക്കാപ്പൊടി ഇടണോ വാനില എസൻസ് ഇടണോ എന്താണെങ്കിലും സംഭവം അടിപൊളിയാണ്. അപ്പൊ അത്രേ ഉള്ളൂ ഗൈസ്.